എല്ലാവർക്കും ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. 11 ഫെബ്രുവരി 2023 ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെപ്പറേറ്റ്ലി ഹിന്ദു ന്യൂസ് അനാലിസിസ് വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് പശുവിനെ പുടരേണ്ട എന്ന ന്യൂസാണ്. അത് പ്രണയദിനമായ ഫെബ്രുവരി 14 പശു ആലിംഗന ദിനം ആഘോഷിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അത് പിൻവലിച്ചുകൊണ്ട് ആനിമൽ വെൽഫെയർ ബോർഡ് പിൻവലിച്ചുവെന്ന് പറയുന്നൊരു ന്യൂസാണ് ആദ്യം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് ജമ്മുവിൽ ലിഥിയത്തിൻ്റെ വൻ നിക്ഷേപം എന്ന് പറയുന്നു. ലിഥിയം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ലിഥിയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ന്യൂസിലേക്ക് പോകാം. വൈദ്യുത വാഹന പദ്ധതിക്ക് കുതിപ്പേകുമെന്ന് പറയുന്നു. കാരണം ലിഥിയത്തിൻ്റെ അത്ര വലിയൊരു റിസർവാണ് കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ലിഥിയത്തിൻ്റെ വൻ നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര സർക്കാർ. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് 59 ലക്ഷം ടണ്ണിൻ്റെ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത്. ഇത് രാജ്യത്തിൻ്റെ വൈദ്യുത വാഹന പദ്ധതിക്ക് കുതിപ്പിക്കുന്ന ഉറപ്പാണ്. കാരണം ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററീസൊക്കെ ലിഥിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അടുത്തത്. മാത്രമല്ല ഒരുപാട് മെറ്റൽസ് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ റിസർവ് ഉണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും എന്തായാലും ഇതൊരു പുതിയ ബൂസ്റ്റ് തന്നെയായിരിക്കും. ലിഥിയം, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയ മൂലകങ്ങൾ ഇന്ത്യ നിലവിൽ ഇറക്കുമതി ചെയ്യുകയാണ്. വൈദ്യുത വാഹനങ്ങൾ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ക്യാമറ എന്നിവയിലെ ബാറ്ററികളിലാണ് ലിഥിയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ യൂസേജ്. ലാപ്ടോപ്പ്, ക്യാമറ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ബാറ്ററികളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല പേസ് മേക്കർ, കളിപ്പാട്ടങ്ങൾ, ക്ലോക്കുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന റീചാർജ് ചെയ്യേണ്ടാത്ത ബാറ്ററികളുടെ നിർമ്മിതിക്കും ലിഥിയം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ എന്തായാലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിക്ഷേപം തന്നെയാണ് ലിഥിയത്തിൻ്റെ. ഒന്ന് ഓർത്ത് വെക്കണം. 10 വർഷം കൊണ്ട് വാഹനങ്ങളുടെ കാര്യത്തിൽ 93% വർധനവ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എണ്ണത്തിൽ കുതിപ്പ് വന്നു എന്ന് പറഞ്ഞു. കേരളത്തിലെ വാഹനങ്ങളുടെ എണ്ണത്തിൽ ഇരുചക്ര വാഹനങ്ങൾ ഇരട്ടിയായി എന്ന് പറയുന്നു. അപ്പോൾ ഒരു സർവേ പറഞ്ഞാൽ 1000 പേർക്ക് 466 വാഹനങ്ങൾ എന്ന രീതിയിലാണ് ആ തോത് പറയുന്നത്. കേരളത്തിലെ വാഹനങ്ങളുടെ എണ്ണത്തിൽ കുതിപ്പ് വരുന്ന 1000 പേർക്ക് 466 വാഹനങ്ങൾ എന്ന തോതിലാണ് കേരളത്തിലെ വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വളർച്ച. അടുത്തത് BBC ഇന്ത്യയിൽ നിരോധിക്കണം എന്ന് പറഞ്ഞൊരു ഹർജി ഉണ്ടായിരുന്നു. അത് തള്ളി എന്ന വാർത്തയാണ്. ഗുജറാത്ത് കലാപം സംബന്ധിച്ച് വിവാദ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയ BBC ഇന്ത്യയിൽ പൂർണ്ണമായി നിരോധിക്കണമെന്ന് പറഞ്ഞ് ഹിന്ദുസേന നൽകിയ സുപ്രീം കോടതി ഹർജിയാണ് തള്ളിയത്. തീർത്തും യോഗ്യതയില്ലാത്ത ഹർജിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിൻ്റെ നടപടി. അപ്പോൾ BBC ഈ പറഞ്ഞ നിരോധിക്കില്ല എന്നാണ് പറയുന്നത്. 5 ലീഗുകളിലായി 500 ഗോളുകൾ പിന്നിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ന്യൂസാണ് സ്പോർട്സിൽ വന്നിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് ചാര ബലൂൺ ചൈനയുടെ ഗൂഢലക്ഷ്യം തുറന്നു കാട്ടുമെന്ന് US. അപ്പോൾ ഈ പറയുന്ന US എയർ സ്പേസിൽ ഒരു ബലൂൺ കണ്ടെത്തി അത് നശിപ്പിച്ചിരുന്നു US. അപ്പോൾ അത് ചൈനയുടേതാണ്. ചൈനയുടെ സർവൈലൻസ് എക്യുപ്മെൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ചാര പ്രവർത്തികൾക്ക് ഉപയോഗിക്കുന്ന ബലൂണാണത് എന്നാണ് പറയുന്നത്. ചൈന നേരെ മറിച്ച് അതൊരു അന്തരീക്ഷം നിരീക്ഷിക്കുന്നത് മെറ്ററോളജിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബലൂണാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ഡ്രിഫ്റ്റ് ചെയ്ത് പോയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. US ചൈന റൈവൽറി എന്ന് പറയുന്നത് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ വാർത്ത. താങ്ക് യു.